നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഡിഗ്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തൊട്ട് മുമ്പ് ഞാൻ ഇന്നത്തെ ഒരു സമയത്ത് ആവശ്യമുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ചില ആൾക്കാർ ചോദിച്ച ചോദ്യമാണ് ഡിഗ്രി പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയ ഒരു കാലഘട്ടം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ 10ാം ക്ലാസ് പാസ്സാവുക എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്കായിട്ടാണ് വെച്ചിരുന്നത്. പിന്നെ അത് PDC ആയി. ഇപ്പം അത് എത്തി നിൽക്കുന്നത് ഒരു ഗ്രാജുവേഷൻ വേണം, നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബോധം, അതേപോലെ ഒരു മെച്യൂരിറ്റി, അല്ലെങ്കിൽ അത്യാവശ്യം സബ്ജക്റ്റിലുള്ള ഒരു അറിവ്, നമ്മുടെ പ്രായം പക്വതൊക്കെ കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബെഞ്ച് മാർക്കാക്കിയിട്ട് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ആ ഒരു ഡിഗ്രി കൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ, ഞാൻ കേരളത്തിൻ്റെ കാര്യം മാത്രം പറയുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്യൂർലി ഒരു ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി രാവിലെ കോളേജിൽ പോകുന്നു, റെഗുലർ കോളേജിലോ അല്ലെങ്കിൽ പാരലൽ കോളേജിലോ പോകുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, ടീച്ചേഴ്സ് കുറേ ക്ലാസ് എടുക്കുന്നു, ടീച്ചേഴ്സ് തന്നെ കുറേ നോട്ട്സ് ചെയ്യുന്നു, പരീക്ഷ എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ 4-5 വർഷത്തെ പാസ്റ്റ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു, എസ്സേക്ക് ഇത് ചോദിക്കുമെന്നുള്ള ഏകദേശം ഒരു ധാരണ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നു. പിന്നെ എക്സാമിൻ്റെ 2 ദിവസം മുമ്പോ ഒരാഴ്ച മുമ്പൊക്കെ മാരത്തോണായിട്ട് യൂട്യൂബിലും മറ്റുമൊക്കെ കുറേ ക്ലാസ്സുകളും പിന്നെ ഷുവർ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെ ഒരു അക്കാഡമിക് നോളജ് പോലും ഒരു പരിധിവരെയെങ്കിലും കുട്ടികൾ വളരെ കാഷ്വലായിട്ട് കോളേജിൽ പോയി എന്തായാലും 1 വർഷം 2 വർഷം 3 വർഷം കഴിയുമ്പോൾ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും കുറച്ച് ആൾക്കാർ അങ്ങനെയാണ്. പരീക്ഷ എങ്ങനെയെങ്കിലും പാസ്സാവുക, അതിന് മാർക്ക് മണിക്ക് ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കുക, അങ്ങനെ മേടിച്ച് പോകുന്നത് കൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു പെർഫോമൻസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രാക്ടിക്കലായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ തിയറി പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, പാസ്സാകുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അതെങ്ങനെയാണ് നമ്മളുടെ ഒരു സൊസൈറ്റിയിൽ ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് കുട്ടികൾക്ക് അവയർനെസ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു കാരണം കൊണ്ടാണ് ഡിഗ്രി കഴിഞ്ഞാലും നമ്മൾ പിന്നെയും എന്തിനു പോകേണ്ടി വരുന്നത്, ഹയർ സ്റ്റഡീസിന് പോകേണ്ടി വരുന്നത്. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്ന നമ്മുടെ UGC നടത്തുന്ന ഒരു ഡിഗ്രി, ഏത് ഡിഗ്രി ആയിക്കോട്ടെ, അത് നമ്മൾ പർപ്പസ്ഫുള്ളി പഠിക്കുകയും ആ പഠിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ബാക്കിയുള്ള ഇന്റേൺഷിപ്പും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി നമുക്കൊരു വർക്ക് എക്സ്പീരിയൻസ്, എന്തായാലും എന്ത് കാര്യത്തിനൊരു മിനിമം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് മസ്റ്റാണ്. അത് ഉണ്ടാക്കിയിട്ട് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം കൂടി ജോലിയൊക്കെ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി നാട്ടിലുണ്ട്. പക്ഷേ നമ്മളിതൊന്നും ചെയ്യാതെ രക്ഷിതാക്കളുടെ കടമ കുട്ടികളെ പഠിപ്പിക്കലും ഫീസ് കൊടുക്കലും, കുട്ടികൾ കോളേജിൽ പോകും. എല്ലാ കുട്ടികളും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് കേരളത്തിൽ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഡിഗ്രി മാത്രം ഉണ്ടായാൽ നമുക്ക് ഉദ്ദേശിച്ച ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നല്ലൊരു എൻട്രി ലെവൽ ജോബ് കിട്ടാൻ പോലും എന്തുണ്ട്, തടസ്സങ്ങളുണ്ട്. അതാണ് അതിൻ്റെ ഒരു ബേസ് ക്രൈറ്റീരിയ. പിന്നെ നമ്മൾ പിന്നെയും ഫർദർ കോഴ്സുകൾ പഠിക്കും, PSC കോച്ചിങ്ങിന് പോകും, ബാങ്ക് കോച്ചിങ്ങിന് പോകും. അപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, PSC കോച്ചിങ്ങിന് പോകുന്നത് സർക്കാർ ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ സർക്കാർ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും പല എക്സാമുകൾക്കുള്ള എലിജിബിലിറ്റി ആയി. അപ്പോൾ അതിനുവേണ്ടി ഡിഗ്രി കഴിയുന്നവരെ കാത്തുകയും ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെയും ഒരു കോച്ചിങ്ങിനൊക്കെ പോകേണ്ടി വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസത്തിൽ എവിടെയൊക്കെയോ പാളിച്ച വന്നതുകൊണ്ടായിരിക്കാം. അത് കുട്ടികൾ മാത്രമല്ല ഉത്തരവാദി, നമ്മുടെ ഒരു സിസ്റ്റം തന്നെ അങ്ങനെയാണ് പോകുന്നത്. കാണാപ്പാഠം പഠിക്കുക, അത് പരീക്ഷയ്ക്ക് ഛർദ്ദിക്കുക, അതിന് മാർക്ക് മേടിക്കുക. ഇത് എന്തിനു പഠിക്കുന്നോ, ഇത് ഏതൊക്കെ മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാണ്ട് പഠിക്കുന്നത് കൊണ്ടാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത്. അങ്ങനെ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്തും കുട്ടികളുടെ ചിന്ത എന്താണ്, ഞാൻ ഇത്രയും കാലം പഠിച്ചു വന്നത് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ പോയാൽ എൻ്റെ കരിയർ രക്ഷപ്പെടും എന്നുള്ള ഒരു കാഷ്വൽ തോട്ട് കുട്ടികൾക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കുകയാണെങ്കിൽ പല കോഴ്സുകൾക്കും ഇന്നും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കാലത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മളിതിനൊന്നും സാധ്യതകളെ കുറിച്ച് പഠിക്കാതെ ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളെ രക്ഷിക്കുമെന്നൊക്കെ ചിന്തിക്കുന്നിടത്താണ് നമുക്ക് മണ്ടത്തരം പറ്റുന്നത്. പിന്നെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഏതെങ്കിലും കോഴ്സ് പഠിച്ചാലും ആ പഠിച്ച കോഴ്സ് കൊണ്ട് നമുക്കൊരു സ്കില്ല്, നമുക്കൊരു പേഴ്സണൽ സ്കില്ല് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല, നമുക്കൊരു കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള അഡാപ്റ്റബിലിറ്റി, നമുക്ക് എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അത് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഇല്ല. ആ രീതിയിലൊന്നും നമ്മൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ നമ്മൾ എത്ര കോഴ്സ് പഠിച്ചാലും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എല്ലാവരും പറയും ജോലി കിട്ടാൻ. പിന്നെ ജോലി
അത് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും ജോലി കിട്ടാൻ വേണ്ടി പിന്നെയും പഠിക്കേണ്ട അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ കുറച്ചൊന്നും ട്രഡീഷണൽ വേയിൽ പോയി കഴിഞ്ഞാൽ 10ാം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞാൽ PG, അത് കഴിഞ്ഞ് പിന്നെ വേറെ അടുത്ത കോഴ്സ്, പിന്നെ അടുത്ത കോഴ്സ്, അങ്ങനെ പോകാതെ നമ്മളൊരു മിനിമം ടൈമിൽ അത്യാവശ്യം ഒരു റെക്കഗ്നിഷൻ കിട്ടുന്ന കുറച്ച് സ്കില്ലൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സമയമൊക്കെ ആയി. ഇപ്പോൾ സ്കില്ല്, ഇപ്പോൾ ഗൂഗിൾ പോലെയുള്ള കമ്പനിയിൽ നമ്മളെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ അവർ നമുക്ക് ജോലിയൊന്നും തരാൻ പോകുന്നില്ല. അവർക്ക് വേണ്ടത് അവർ ഏത് മേഖലയിലാണോ പണിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ കഴിവാണ്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അതിൻ്റെ പുറകെ നടക്കുന്നത്, അതും നല്ല സംഭവമാണ്, സ്കിൽ. അതിനകത്ത് പേഴ്സണലായിട്ട് നമുക്ക് അതിനൊരു താല്പര്യവും അതിനൊരു ആറ്റിറ്റ്യൂഡൊക്കെ വേണം. ഇനി അക്കൗണ്ട്സ് മേഖലയാണ് ചില ആൾക്കാർ പഠിക്കാൻ പോകുന്ന ടാലി എന്ന് പറഞ്ഞൊരു കോഴ്സ്, സോഫ്റ്റ്വെയർ പഠിച്ചാൽ അക്കൗണ്ടന്റ് ആയി എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, ടാലി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ മാത്രമാണ്. അതുപോലെ നൂറുകണക്കിന് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള 8 or 10 സോഫ്റ്റ്വെയർസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു അക്കൗണ്ടന്റ് ആവുക എന്ന് പറഞ്ഞാൽ ടാക്സ് നിയമങ്ങളെ കുറിച്ചും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. GST നിയമങ്ങളെ കുറിച്ചും ഇൻകം ടാക്സ് നിയമങ്ങളെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഇനി പുറത്തേക്ക് പോകാനാണെങ്കിൽ അവിടുത്തെ വാറ്റ് നിയമങ്ങളും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയണം. നമ്മൾ വെറും ഒരു GST റിട്ടേൺ ഫയലിംഗ് അല്ലെങ്കിൽ ഒരു ടാലിയിൽ എൻട്രി ഇടാൻ വേണ്ടി പഠിച്ചിട്ട് ഒരു അക്കൗണ്ടന്റ് നല്ല അക്കൗണ്ടന്റ് ആകുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇന്ത്യയിൽ നടക്കില്ല. അപ്പൊ അതിനകത്തൊക്കെ നമ്മൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങളെ കുറിച്ച് കൃത്യം സ്വയം ഇവാലുവേറ്റ് ചെയ്ത് അതിൽ നമ്മൾ പണിയെടുത്ത് പോകുമ്പോഴാണ് നമുക്കൊരു നല്ല കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പൊ ഡിഗ്രി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് വെച്ചാൽ, ഡിഗ്രി എന്ന് പറയുന്നത്, ഞാനൊരു ഗ്രാജുവേറ്റ് ആണ്, ഒരു ബേസ് ക്വാളിഫിക്കേഷൻ ആയിട്ട് അത് കൺസിഡർ ചെയ്യും. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു നല്ല ഏർണിങ്സ് ഉള്ള ഒരു ജോലി കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. നമുക്ക് ആ മേഖലയിൽ വർക്ക് ചെയ്യാൻ വേണ്ട നോളജും അതിനെ ഇടക്കിടക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കോമ്പറ്റേറ്റീവ് വേൾഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ചില ആൾക്കാർക്ക് ചിന്തിക്കും ഞാൻ ഡിഗ്രി വരെ നല്ല ക്വാളിഫിക്കേഷനൊക്കെ അച്ചീവ് ചെയ്തതാണ്. ഓക്കെ, ഡിഗ്രി നല്ലതാണ്, പ്ലസ് ടു അതിന് മാർക്ക് കിട്ടുന്നവർ റാങ്ക് കിട്ടുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ആ ഒരു കടലാസം കൊണ്ട് നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾക്ക് എന്താണ് എക്സ്ട്രാ ഉള്ളത്, അതാണല്ലോ എല്ലാവരും ചോദിക്കുക. ഒരു ജോലിക്ക് ഒരാളെ വിളിക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ വരും. അപ്പോൾ ഈ ആയിരക്കണക്കിന് ആൾക്കാർ ഇന്റർവ്യൂ നടത്തിയിട്ട് ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാരെ ഫിൽട്ടർ ഔട്ട് ചെയ്യണം. അപ്പോൾ അവർ അഡീഷണൽ ഡിഗ്രിയുടെ കൂടെ എന്തെങ്കിലും ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ പറയും. അപ്പോൾ കുറേ ആൾക്കാർ എന്താവും, ഫിൽട്ടർ ഔട്ട് ആവും. അപ്പോൾ അവർക്ക് ഇന്റർവ്യൂ പ്രോസസ്സും അവരെ തിരഞ്ഞെടുക്കാനുള്ള ഒരു രീതിയും എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഫർദർ ക്വാളിഫിക്കേഷൻ്റെ പുറകെ പോകുന്നത്. പണ്ടൊക്കെ BCom ആണ് ഒരു അക്കൗണ്ടന്റ് ആവാൻ വേണ്ടിയിട്ട്. ഒരു 25 കൊല്ലം മുമ്പൊക്കെ ഒരു അക്കൗണ്ടന്റ് ആവാൻ BCom മതി. ഇപ്പോഴും BCom ഉള്ള ആൾക്കാരെ അക്കൗണ്ടന്റുമാരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിയമിക്കുന്നുണ്ട്. പക്ഷെ അവർക്കുള്ള സാലറിയും അവർക്കുള്ള ജോബ് പ്രൊഫൈലും എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പം നമ്മൾ നല്ല എക്സ്പോഷർ ഉള്ള നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യണം, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ വളരെ കാഷ്വലായിട്ട് എഡ്യൂക്കേഷനെ കാണരുത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ പഠിച്ചു പോവുക. അതിന് നമുക്ക് മിനിമം ഒരു വർക്ക് എക്സ്പീരിയൻസ്, വർക്ക് എക്സ്പോഷർ, റിയൽ ടൈം എക്സ്പീരിയൻസ് ഒക്കെ നിർബന്ധമായിട്ട് വേണം. അത് നിങ്ങളൊരു ഇന്റേൺഷിപ്പായിട്ടെങ്കിലും എടുക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഡിഗ്രികൾ മോശമല്ല, നമ്മളത് പഠിക്കുന്ന രീതിയും ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രശ്നം കൊണ്ടാണ് ഡിഗ്രികൾ എന്തായി വരുന്നത്, മോശമായിട്ട് വരുന്നത്. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.